അറിയിക്കുന്നു. സമാധാന ചടങ്ങിനായി ഇരു ടീമുകളും ഗ്രൗണ്ടിലേക്ക് എത്തണമെന്ന് അറിയിക്കുന്നു. സമാധാന ചടങ്ങിനായി ഒന്ന് ഇടപെടുന്നു. ഇവിടെ വന്നാ ഇവിടെ വന്നാ സെൽഫി എടുത്തോ. ഇവിടെ വന്നാ കപ്പ് വേണ്ടേ സമ്മാനദാന ചടങ്ങിനായി എത്തിച്ചേർന്ന ശോഭശേഷി, പ്രശാന്ത് ശിവൻ, സന്തോഷ് ട്രോഫിയുടെ ഫുട്ബോൾ താരം അബ്ദുൽ നൌഷാദ് തുടങ്ങി എത്തിച്ചേർന്ന മുഴുവൻ വിശിഷ്ട അതിഥികളെയും ഗ്രൗണ്ടിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഈ ടൂർണമെന്റിന്റെ സമ്മാനദാന ചടങ്ങിലേക്ക് കടക്കുകയാണ്. ഡിഗ്രി ഫസ്റ്റ് ഇയർ മോഡിഫൈഡ് പാലക്കാട്. ഈ ടൂർണമെന്റിലെ ഫൈനൽ മത്സരത്തിലെ മികച്ച താരമായി തെരഞ്ഞെടുക്കപ്പെട്ട പ്ലെയറിനുള്ള ട്രോഫി നൽകുവാനായി പോവുകയാണ്. ഫൈനൽ മത്സരത്തിൽ മികച്ച താരമായി തെരഞ്ഞെടുക്കപ്പെട്ട FC ക്രിക്കറ്റിന്റെ ജാഫറിനെ ക്ഷണിച്ചുകൊള്ളുകയാണ്. ട്രോഫി നൽകുന്നതിനായി ഈ ടൂർണമെന്റിന് നാഷണൽ നാഷണൽ ട്രോഫി സ്പോൺസർ ചെയ്ത നിതിൻ ജാഫറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഫൈനൽ മത്സരത്തിലെ ജാഫറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. നൽകുന്നതിനായി നിതിൻ ജാഫറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തതായി ഈ ടൂർണമെന്റിലെ ബെസ്റ്റ് ഗോൾ കീപ്പർക്കുള്ള ട്രോഫി നൽകുവാനായി പ്രശാന്ത് ശിവാട്ടിനെ ക്ഷണിച്ചുകൊള്ളുകയാണ്. ഈ ടൂർണമെന്റിലെ ബെസ്റ്റ് ഗോൾ കീപ്പർക്കുള്ള ട്രോഫി ഏറ്റുവാങ്ങാനായി FC ക്രിക്കറ്റിന്റെ ചീഫിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഒളിവർക്കാൻ അല്ലേ? ആരാണ് ഒളിവർക്കാൻ? അതിന്റെ പവറാക്കി വെക്കുന്നത് എവിടെ വർക്കൗണ്ട് പോകണം? നാട്ടിലല്ലേ? അടുത്ത വിളിച്ചു പറഞ്ഞോ. ആരാ കൊടുക്കണം നേരത്തെ പറയാൻ പറ. അപ്പൊ എന്നെ പോലെ പിന്നെ അങ്ങോട്ട് പോ. അഭിനന്ദിക്കുന്ന കൊടുക്കുമ്പോൾ ചേച്ചി 2 മിനിറ്റ് അല്ല സംസാരിക്കാൻ നിങ്ങൾ സംസാരിക്കും, ചേച്ചി സംസാരിക്കും. മൈക്കിന്റെ ആവശ്യമില്ല. ഈ ടൂർണമെന്റിലെ ബെസ്റ്റ് ഡിഫൻഡർ ട്രോഫി നൽകുന്നതിനായി ഇതിനെ കുറിച്ച് പറയാം. രാഹുൽ എന്ന അച്ചുവേട്ടനെ ക്ഷണിച്ചുകൊള്ളുകയാണ്. ബെസ്റ്റ് ഡിഫൻഡറിനുള്ള ട്രോഫി ഏറ്റുവാങ്ങാനായി അത്ഭുത FC കല്ലുകുളത്തിന്റെ അക്കുട്ടി എന്ന ചാപ്പയെ ക്ഷണിച്ചുകൊള്ളുന്നു. ബെസ്റ്റ് ഡിഫൻഡറിനുള്ള ട്രോഫി നൽകുവാനായി അച്ചുചേട്ടൻ രാഹുൽ ബെസ്റ്റ് ഡിഫൻഡറാണ് അല്ലേ?
അൽഹിദാണ് എല്ലാം വാങ്ങി. അൽഹിദ എഫ്സിയുടെ ഉജ്വൽ ഈ ടൂർണമെന്റിലെ ബെസ്റ്റ് പ്ലെയർ. ട്രോഫി നൽകുവാനായി സന്തോഷ് ട്രോഫിയുടെ മുൻ ഫുട്ബോൾ താരം കേനാത്തുപറമ്പിന്റെ സ്വന്തം നൗഷാദ് ഖാനെ ക്ഷണിച്ചുകൊള്ളുന്നു. കൈയടിക്കൂ. എത്ര വയസ്സായി? എമർജിംഗ് പ്ലെയറിന് അല്ലേ? ബെസ്റ്റ് എമർജിംഗ് പ്ലെയർ ഉജ്വൽ അൽഹിദ എഫ്സിയുടെ ഉജ്വലിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ട്രോഫി നൽകുവാൻ സന്തോഷ് ട്രോഫിയുടെ മുൻ ഫുട്ബോൾ താരവും KPFCയുടെ പ്രിയപ്പെട്ട നൗഷാദ് ഖാനെ ക്ഷണിച്ചുകൊള്ളുന്നു. CPM വോട്ട് ചെയ്താണ് മാഡത്തിനകത്തേക്ക് വോട്ട് ഈ ടൂർണമെന്റിൽ ബെസ്റ്റ് പ്ലെയറായി തിരഞ്ഞെടുക്കപ്പെട്ട താരത്തിനുള്ള ട്രോഫി നൽകുവാനായി ഈ ടൂർണമെന്റിലെ ബെസ്റ്റ് പ്ലെയറായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ക്രിക്കറ്റിലൂടെ ജാഫർ. ഈ ടൂർണമെന്റിലെ ബെസ്റ്റ് പ്ലെയറായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ക്രിക്കറ്റിലൂടെ ജാഫറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ട്രോഫി ഏറ്റുവാങ്ങുവാനായി പാലക്കാട് മുനിസിപ്പൽ ചെയർമാൻ സുരേഷേട്ടനെ ക്ഷണിച്ചുകൊള്ളുന്നു. ബെസ്റ്റ് പ്ലെയറിനുള്ള ട്രോഫി നൽകുവാനായി മുനിസിപ്പൽ ചെയർമാൻ സുരേഷേട്ടനെ ക്ഷണിച്ചുകൊള്ളുന്നു. ട്രോഫി ഏറ്റുവാങ്ങുവാനായി FC ക്രിക്കറ്റിലൂടെ ജാഫറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ബസ് ഓടിക്കണം. എടുക്കപ്പെടാണ് പരിപാടികളാണ്. ഇതല്ലാതെ പാലക്കാട് ഫുട്ബോൾ കളിക്കാൻ സ്ഥലമില്ല കുട്ടികൾക്ക്. 300 കൂടെ നമ്മള് അല്ല ഇപ്പല്ലേ അറ്റ് പ്രസന്റ് ആയിരുന്നു. അടുത്തതായി ഈ ടൂർണമെന്റിന് റണ്ണേഴ്സിനുള്ള ട്രോഫി അൽഹിദ എഫ്സിയുടെ ടീം അംഗങ്ങളെ ഗ്രൗണ്ടിലേക്ക് ക്ഷണിക്കുകയാണ്. റണ്ണേഴ്സ് ട്രോഫി നൽകുവാനായി മുൻ സന്തോഷ് ട്രോഫി താരം അനിൽകുമാർ റത്നെ ക്ഷണിച്ചുകൊള്ളുന്നു. റണ്ണേഴ്സ് ട്രോഫി ഏറ്റുവാങ്ങുവാനായി മുൻ സന്തോഷ് ട്രോഫി താരം അനിൽകുമാർ റത്നെ ക്ഷണിച്ചുകൊള്ളുന്നു. ട്രോഫി ഏറ്റുവാങ്ങുവാൻ അൽഹിദ എഫ്സിയുടെ ടീം അംഗങ്ങളെ ഗ്രൗണ്ടിലേക്ക് ക്ഷണിക്കുന്നു. അൽഹിദ എഫ്സിയുടെ ടീം അംഗങ്ങൾ ട്രോഫി ഏറ്റുവാങ്ങാൻ ക്ഷണിക്കുന്നു. അടുത്തതായി ടൂർണമെന്റിലെ വിന്നേഴ്സ് ട്രോഫി ഏറ്റുവാങ്ങാനായി ഈ ടൂർണമെന്റിലെ ചാമ്പ്യന്മാരായ FC ക്രിക്കറ്ററുടെ ടീം അംഗങ്ങളെ ഗ്രൗണ്ടിലേക്ക് ക്ഷണിക്കുകയാണ്. വിന്നേഴ്സ് ട്രോഫി നൽകുന്നതിനായി സന്തോഷ് ട്രോഫിയുടെ ഫുട്ബോൾ താരവും കേരളത്തിന്റെ സ്വന്തം നൗഷാദ് ഖാനെ ക്ഷണിച്ചുകൊള്ളുന്നു. വിന്നേഴ്സ് ട്രോഫി നൽകുവാനായി സന്തോഷ് ട്രോഫിയുടെ മുൻ ഫുട്ബോൾ താരവും സ്വന്തം നൗഷാദ് ഖാനെ ക്ഷണിച്ചുകൊള്ളുന്നു. അതും കൊടുക്കാം. കൊടുത്തോളൂ ചേച്ചി. ഒരു കൈ വെച്ചാൽ വിന്നേഴ്സ് കൊടുക്കണം. പിന്നെ ഈ സീസണിൽ അടുത്ത കപ്പ് വാങ്ങണമെങ്കിൽ വിന്നേഴ്സ് വാങ്ങാൻ പാടില്ല കേട്ടോ. ശരി ശരി. ചേച്ചി അല്ല വിളിച്ചാൽ മതി. വിന്നേഴ്സ് അല്ല ഇഞ്ഞടുത്ത് ഇത് കൊടുത്തിട്ടുണ്ടോ? എല്ലാവർക്കും ഒരുമിച്ച് നിർത്തിയിട്ട് കൊടുക്കാം. ഞാൻ ഫോട്ടോ എടുത്തിട്ടുണ്ട്.
എല്ലാ ഗെയിംസും മൈക്രോ വിളിച്ചുകൊണ്ടിരിക്കും. വില്ലേജ് ട്രോഫി ഏറ്റുവാങ്ങാനായി ടൂർണമെന്റിലെ ക്രിക്കറ്റിന്റെ ടീം അംഗങ്ങളെ ക്ഷണിച്ചുകൊള്ളുന്നു. ട്രോഫി നൽകുന്നതിനായി സന്തോഷ് ട്രോഫിയുടെ മുൻ ഫുട്ബോൾ താരം കേരളത്തിറങ്ങിനെ സ്വന്തം നൗഷാദിഖാനെയും ബിജുവാട്ടിനെയും ക്ഷണിച്ചുകൊള്ളുന്നു. ടീമോടെ ചേച്ചി നല്ല വെയിറ്റ് ഉണ്ട്. ബിജുട്ടാ സ്മിതേഷ് പിടിക്കൂ, കൈ വെച്ചോളാം എല്ലാവരും. സീസണിൽ ഇപ്പൊ എത്രാമത്തെ കപ്പാണ്? ഇത് വെക്കൂ, എന്നിട്ട് മതി. ഒരു മിനിറ്റ് പിടിച്ചാ കപ്പടിച്ചോണ്ട് നിങ്ങളുടെ പണി അല്ലേ? ടീം എവിടെ? അത് ഹെൽപ്പ് ചെയ്യൂ. ഒന്ന് വിളിക്കും കപ്പൂടേക്ക് ഫോട്ടോ എടുക്കാം. ഫോട്ടോ എടുക്കാം. മൊത്തം ഒന്ന് വിളിക്കാം. വളരെ അപൂർവം. ചേട്ടാ വൈറലായി ചെണ്ട നാഷണൽ വൈറലായി. അതെന്റെ ചേച്ചിയുടെ പണി കേട്ട് അങ്ങനെ നേരെ കിട്ടുമല്ലോ. മൈക്കില്ല, തൽക്കാലം പറയാനാ പറ്റില്ല. ടീം വന്നിട്ട് ഇപ്പൊ സംസാരിക്കാനാണ്. മൈക്ക് പറ്റില്ല. മൈക്ക് അവിടെ പോയി ചെയ്യണം. ഇത് കൊടുത്തില്ലേ? കാരണം മൈക്കിന്റെ അടുത്ത് പോയി ചെയ്യാലോ. ഇത് കൊടുത്തു കഴിഞ്ഞില്ലേ? ഇതിനങ്ങോട്ട് വെച്ചാൽ മതി. മൈക്കിലേക്ക് സംസാരിക്കണം. അങ്ങോട്ട് പിന്നെ എന്താ പറയാ? മനസ്സിലായില്ലേ? അവര് വന്നല്ലോ കുട്ടികള്. ജസ്റ്റ് ഗോളിയാണ്. ഇതൊന്ന് വാങ്ങാൻ പറയാം. നമ്മളുടെ മാനിഫെസ്റ്റോ, അത് ജെൻസി മാനിഫെസ്റ്റോ കേരളത്തിൽ ആദ്യമായിട്ട് നമ്മൾ അവതരിപ്പിക്കുകയാണ്. ഇത് നമ്മളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന ശോഭചേച്ചിയെ ക്ഷണിച്ചുകൊള്ളുകയാണ്. ഇതെല്ലാവരും വായിക്കണം. അതായത് പാലക്കാട് ഏറ്റവും കൂടുതൽ ഫുട്ബോളിന്റെ മേഖലയിൽ അത്യധ്വാനം ചെയ്യുന്ന കുട്ടികളുള്ള ഒരു സ്ഥലമാണ്. എന്നാൽ ഒരു കളിച്ച് ട്രോഫികൾ വാങ്ങി ഒരു പരിധി വരെ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ഏറ്റവും ലാസ്റ്റ് ഗ്രേഡിലേക്ക് അല്ലെങ്കിൽ ഏറ്റവും അവസാനത്തെ വലിയ പദവിയിലേക്ക് നമ്മുടെ കുട്ടികൾ എത്താനായിട്ട് വലിയ ബുദ്ധിമുട്ടുണ്ട്. ഒന്ന്, അവർക്ക് ഇതിനാവശ്യമായിട്ടുള്ള പൈസയുടെ കുറവുണ്ട്. അതുപോലെ തന്നെ നല്ല കളിക്കളത്തിന്റെ കുറവുണ്ട്. നല്ല ഇൻസ്ട്രക്ടർമാരുടെ കുറവുണ്ട്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഈ മാനിഫെസ്റ്റോ ഞാൻ പ്രൈം മിനിസ്റ്ററെ കാണിച്ചതിന് ശേഷമാണ് പാലക്കാട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് യുവാക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു മാനിഫെസ്റ്റോയാണ്. പ്രത്യേകിച്ച് ഇതിൽ കളിക്കാരായിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടി മാത്രമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇന്ന് ഈ മാനിഫെസ്റ്റോയുടെ ഇനാഗുറേഷൻ ഒരു കളിക്കാരനായിട്ടുള്ള ഒരു കുട്ടിയുടെ കൈകളാൽ നിർവഹിക്കപ്പെടണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്. ബെസ്റ്റ് ഗോളി ടൂർണമെന്റ് തിരിച്ചും കൂടെ പിടിച്ചോട്ടെ. അങ്ങനെ ഞാൻ തിരിച്ചു പിടിച്ചോ. ഓക്കെ, ഇത് വായിക്കണം. കുറച്ച് എണ്ണം ഞാൻ തരാം എല്ലാവർക്കും നോക്കാൻ വേണ്ടിയിട്ട് എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, അത് കൂടാതെ മുനിസിപ്പാലിറ്റിയിൽ ഇപ്പൊ നമ്മൾ മുനിസിപ്പാലിറ്റിയുടെ ഭരണമുണ്ട് നമുക്ക്. അപ്പോ ആ ഭരണത്തിന്റെ കീഴിൽ ഒരു ബജറ്റ്
ഒരു ഇന്റർനാഷണൽ സ്റ്റേഡിയം പാലക്കാട് കൊണ്ടുവരണം എന്നുള്ളത് ആഗ്രഹിക്കുകയും 300 കോടിയുടെ ഒരു പദ്ധതി നമ്മൾ പാലക്കാട് നടപ്പിലാക്കും എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അത് പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് ആയിട്ടോ ഇൻവെസ്റ്റ്മെന്റിന്റെ രൂപത്തിൽ ഏതെങ്കിലും വ്യക്തികളിലൂടെയോ അല്ല ഖേലോ ഇന്ത്യയുടെ ഭാഗമായിട്ടോ ചെയ്ത് തരാൻ അതിന് പരിപൂർണമായിട്ടുള്ള അനുവാദവും സ്നേഹവും നമ്മുടെ ക്യാബിനറ്റ് മിനിസ്റ്റർ ബഹുമാനപ്പെട്ട മൻസുഖ് മാണ്ഡവ്യജിയുമായിട്ട് ഞാൻ സംസാരിച്ചു. അപ്പൊ അദ്ദേഹത്തിന്റെ കൂടി ആശീർവാദത്തോട് കൂടിയിട്ടാണ് ഞങ്ങൾ ആ സ്വപ്ന പദ്ധതി വാക്കാക്കി മാറ്റും എന്ന് കുട്ടികളുടെ മുന്നിൽ പറയാൻ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുകയാണ്. ഒക്കണ്ട എന്നിട്ട് ഇതിനാ ഈ സാധനം ആരോഗ്യം നമുക്കില്ലല്ലോ. സ്മിതേഷ് അവിടെ പോയോ? ഇത് വായിക്കണം കേട്ടോ. ഈ ഓപ്പൺ കണ്ണേക്കലി വായിക്കണം. കുട്ടികളെ കൊണ്ടൊക്കെ വായിപ്പിക്കും വേണം കേട്ടോ. ശരി, താങ്ക് യു. അടുത്ത ടൂർണമെന്റ് നമ്മൾ കളിക്കുന്നത് ഇതുപോലെ ഈ പുല്ലും ചെളിയും നിറഞ്ഞ സ്ഥലത്തായിരിക്കില്ല. അത് ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നു. നിങ്ങളുടെ സഹോദരിയായിട്ടുള്ള ശോഭ ചേച്ചി ഇവിടെ നിന്ന് ജയിച്ച് MLA ആയി പോയാൽ എന്റെ ഈ പാലക്കാടിന്റെ വികസന പ്രവർത്തനങ്ങളിൽ ഞാൻ വെച്ചിട്ടുള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു പ്രയോറിറ്റി എന്ന് പറയുന്നത് ഈ ഫുട്ബോളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്, സ്പോർട്സുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അടുത്ത ഈ വർഷം 27-ാം വാർഡിലെ കാനത്തോറമ്പിൽ ഞങ്ങൾക്ക് ഒരു സ്റ്റേഡിയം വേണം. ഇവിടെയല്ല നമ്മൾ ഉണ്ടാക്കുന്നത്. നമുക്ക് 10 ഏക്കർ സ്ഥലത്താണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. 10 ഏക്കർ. ഇങ്ങോട്ട് വരണം. ഞാൻ 27-ാം വാർഡിലെ ഒരു കണ്ണീരാണ്. BJP കണ്ണീരാണ്. ഫോട്ടോ എടുക്കാൻ